അർജുൻ ആയങ്കിക്കെതിരെ പിടിമുറുക്കാൻ പോലീസ്. ഊന്നുകൽ CIയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തും. കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ച് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇപ്പോൾ വന്നിരിക്കുന്നത്. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്നും പോലീസ് റിപ്പോർട്ട്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി നാളെ പോലീസിന്റെ റിപ്പോർട്ട് പരിഗണിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കിയത് കോതമംഗലം പോലീസിനൊക്കെ തന്നെയാണ്, ഊന്നുകൽ പോലീസിന് തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ അർജുൻ ആയങ്കി ഭീഷണിപ്പെടുത്തുന്നത്, പരിഹസിക്കുന്നതൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ആയിരുന്നു, ആഭ്യന്തര വകുപ്പിനെയൊക്കെ ആയിരുന്നു. എന്തായാലും കർശനമായ നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. പ്രേത്തെ, ഇവിടെ കടുത്ത നടപടികൾ തന്നെ പോലീസ് സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. കാരണം നേരത്തെ ഒന്നും തന്നെ വലിയ വകുപ്പുകളൊന്നും ചുമത്തിയിരുന്നില്ല. പോലീസിനെ വട്ടം കറക്കിയതോടുകൂടിയാണ് പോലീസ് കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് കേസിൻ്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ച് അന്വേഷണ സംഘം തുടർന്ന് നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം SHOമാരെയാണ് കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തുന്നു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസ് എടുക്കാൻ വന്ന ഊന്നുകൽ SHOയെ ഭീഷണിപ്പെടുത്തുന്നു. ഇത്തരത്തിൽ തനിക്ക് ആരെയും ഭയമില്ല, നിയമ സംവിധാനങ്ങളെയെല്ലാം പുല്ലുവിലയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അർജുൻ ആയങ്കി പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമുള്ള ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അത് കൂടുതൽ ഗൗരവമാണ്. നേരത്തെ ചുമത്തിയിരുന്നത് നിലവിൽ ഭീഷണിപ്പെടുത്തൽ, അസഭ്യം പറയൽ എന്നീ വകുപ്പുകളാണ്. അത് വളരെ നിസ്സാര വകുപ്പുകളാണ്. നിലവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ആണ് ചുമത്താൻ അന്വേഷണ സംഘം നീങ്ങുന്നത്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്നത് തന്നെയാണ്. അത്തരത്തിൽ തന്നെയായിരുന്നു അർജുൻ ആയങ്കിയുടെ ശബ്ദ സംഭാഷണങ്ങളും പുറത്തു വന്നത്. ഈ ഒരു സിസ്റ്റത്തെ തന്നെ, പോലീസ് സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിച്ചും ആവർത്തിച്ച് കോതമംഗലം CI തൻ്റെ എതിരാളിയാണ് എന്നും നേരിടുമെന്നെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയായിരുന്നു അർജുൻ ആയങ്കിയുടെ ശബ്ദ സംഭാഷണങ്ങൾ വന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഈ ഒരു കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതി നാളെ നൽകുകയും ചെയ്യും. ആ റിപ്പോർട്ട് നാളെയാണ് കോടതി പരിഗണിക്കുന്നത്. കാരണം ഇത്തരം വകുപ്പുകൾ ചുമത്തണം എന്നതാണ് ഇതിൽ പ്രധാനമായത്. ഒപ്പം തന്നെ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണം. നേരത്തെ കോതമംഗലം കേസുമായി ബന്ധപ്പെട്ട്, കോതമംഗലത്ത് പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം ലഭിച്ചിരുന്നു. ആ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ തുടർ നടപടിയിലേക്ക് കടക്കുക കൂടി ചെയ്യുകയാണ് പോലീസ്. പ്രീത്ത്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.